ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസംഗം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഗാസയിലെ ബന്ദികളുടെ മോചനം, പലസ്തീൻ രാഷ്ട്ര പദവി, ആഗോള കുടിയേറ്റം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങളിൽ ട്രംപ് സ്വീകരിച്ച കടുത്ത നിലപാടുകൾ അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ പുതിയ രൂപങ്ങൾ വെളിപ്പെടുത്തുന്നതായിരുന്നു. ഈ പ്രസംഗം വെറും ഒരു നയപ്രഖ്യാപനം എന്നതിലുപരി ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളെയും രാഷ്ട്രീയ ധ്രുവീകരണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു. ഗാസയിലെ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലി പൗരന്മാരുടെ മറ്റുള്ളവരുടെ മോചനമാണ് ട്രംപിന്റെ പ്രസംഗത്തിലെ പ്രധാന വിഷയമായി ഉയർന്നു വന്നത്. ഞങ്ങൾക്ക് 20 ബന്ദികളെയും തിരികെ വേണം, ഞങ്ങൾക്ക് അവരെ ബാച്ചുകളായി വേണ്ട, മൃതദേഹങ്ങളും വേണ്ട എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ബന്ദികളുടെ കുടുംബങ്ങളുടെ വേദനയും ട്രംപിന്റെ നിലപാടിന്റെ കർക്കശത്തെയും വ്യക്തമാക്കുന്നു. ബന്ദികളുടെ മോചനമില്ലാതെ ഗാസയിൽ സമാധാനം അസാധ്യമാണെന്ന് ട്രംപ് ഊന്നി പറഞ്ഞു. ഹമാസിന്റെ മോചനദ്രവ്യ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും അതിനാൽ സമാധാനം ആഗ്രഹിക്കുന്നവർ ഏകകണ്ഠമായി ബന്ദികളുടെ മോചനം ആവശ്യപ്പെടണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഈ നിലപാട് ഇസ്രായേൽ സർക്കാരിന്റെ നിലപാടിന് പൂർണ്ണ പിന്തുണ നൽകുന്നതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സമാനമായ രീതിയിൽ ബന്ദികളുടെ മോചനം സമാധാന ചർച്ചകളുടെ മുൻ ഉപാധിയായി ഉയർത്തിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഈ നിലപാടിനെ ഹമാസ് തള്ളിക്കളയുകയാണ് പതിവ്. ഹമാസ് ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ ജയിലുകളിലുള്ള തങ്ങളുടെ തടവുകാരെ വിട്ടയക്കണമെന്നാണ്. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ പ്രസംഗം ഇസ്രായേലിന് കൂടുതൽ ധൈര്യവും അന്താരാഷ്ട്ര പിന്തുണയും നൽകാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ബന്ദി പ്രശ്നം ഒരു നയതന്ത്രപരമായ വിഷയമാണെന്നതിലുപരി മാനുഷിക പ്രശ്നമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമം കൂടിയാണിത്. പലസ്തീൻ രാഷ്ട്രപദവി ഏകപക്ഷീയമായി അംഗീകരിക്കാനുള്ള നീക്കങ്ങളെ ട്രംപ് ശക്തമായി എതിർത്തു. ഈ സംഘടനയിലെ ചിലർ പലസ്തീൻ രാഷ്ട്രത്തെ ഏകപക്ഷീയമായി അംഗീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹമാസ് ഭീകരർ അവരുടെ അതിക്രമങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം വളരെ വലുതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നത് ഹമാസ് പോലുള്ള ഭീകര സംഘടനകൾക്ക് അവരുടെ ആക്രമണങ്ങളെ നിയമവിധേയമാക്കാനുള്ള അവസരം നൽകുമെന്നാണ് ട്രംപിന്റെ വാദം. ട്രംപിന്റെ ഈ നിലപാട് 2 രാഷ്ട്രങ്ങൾ എന്ന പരിഹാരമാർഗത്തെ അംഗീകരിക്കുന്ന പല ലോകരാജ്യങ്ങളുടെയും നിലപാടിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നോർവേ, സ്പെയിൻ, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു. ഫ്രാൻസിന്റെയും സൗദിയുടെയും അധ്യക്ഷതയിൽ നടന്ന ഉച്ചകോടിയിൽ ഡസൻ കണക്കിന് രാഷ്ട്ര നേതാക്കളാണ് പലസ്തീൻ രാഷ്ട്രപദവി നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ ആഗോള പ്രവണതയ്ക്ക് വിരുദ്ധമായി ട്രംപ് ഇസ്രായേലിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മധ്യേഷ്യൻ രാഷ്ട്രീയത്തിൽ താൻ മുമ്പും സ്വീകരിച്ചിരുന്ന നിലപാടുകൾക്ക് മാറ്റമില്ലെന്നും വ്യക്തമാക്കി. ട്രംപിന്റെ ഈ പ്രസ്താവനകൾ പലസ്തീൻ ജനതയുടെ കൂട്ടത്തോടെ ശിക്ഷിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തിയ UN മേധാവി ആന്റോണിയോ ഗുട്ടേറസിന്റെ പ്രസംഗത്തിന് നേർ വിപരീതമായിരുന്നു. ഗാസ, പലസ്തീൻ വിഷയങ്ങൾക്ക് പുറമെ കുടിയേറ്റം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങളിലും ട്രംപ് തന്റെ പതിവ് നിലപാടുകൾ ആവർത്തിച്ചു. രാജ്യത്തിന്റെ അതിർത്തികൾ തുറന്നിടുക എന്ന പരീക്ഷണത്തിന്റെ കാലം കഴിഞ്ഞുവെന്ന് പറഞ്ഞ അദ്ദേഹം കുടിയേറ്റം യൂറോപ്പ് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണെന്നും വാദിച്ചു. UN കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റം UN പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഈ നിലപാട് ട്രംപിന്റെ മുൻ പ്രസിഡൻസി കാലഘട്ടത്തിലെ പ്രധാന നയങ്ങളിൽ ഒന്നായിരുന്ന മെക്സിക്കൻ അതിർത്തി മതിൽ നിർമ്മാണവും മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാവിലക്കും ഓർമ്മിപ്പിക്കുന്നു. കുടിയേറ്റത്തെ ഒരു മാനുഷിക പ്രശ്നമായല്ല, മറിച്ച് ഒരു ദേശീയ സുരക്ഷാ ഭീഷണിയായി കാണുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് ഇവിടെയും പ്രതിഫലിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ കുടിയേറ്റത്തെ തടയുന്നതിൽ പരാജയപ്പെടുന്നുവെന്ന ട്രംപിന്റെ വിമർശനം യൂറോപ്പിലെ വലതുപക്ഷ പാർട്ടികൾ ഉയർത്തുന്ന അതേ വാദഗതിയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമല്ലെന്നും ഇതേക്കുറിച്ച് UN നടത്തിയ പ്രവചനങ്ങൾ തെറ്റാണെന്നും ട്രംപ് പ്രഖ്യാപിച്ചത് വലിയ വിവാദങ്ങൾ വഴിവെച്ചതും. ആഗോള ശാസ്ത്ര സമൂഹം കാലാവസ്ഥാ വ്യതിയാനം ഒരു ഗുരുതരമായ ഭീഷണിയാണെന്ന് അംഗീകരിച്ചിട്ടും ട്രംപ് ഈ വിഷയത്തിൽ ശാസ്ത്രവിരുദ്ധമായ നിലപാടുകൾ തുടരുന്നു. കാലാവസ്ഥാ ഉടമ്പടികളിൽ നിന്ന് അമേരിക്കയെ പിൻവലിച്ച അദ്ദേഹത്തിന്റെ മുൻകാല തീരുമാനം ഈ പ്രസ്താവനയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഈ വിഷയത്തിൽ അമേരിക്കൻ ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടാണ് ട്രംപ് സംസാരിക്കുന്നത്. ട്രംപിന്റെ പ്രസംഗത്തിന് മറുപടി എന്നോണം UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസ് നടത്തിയ പ്രസ്താവനയും ശ്രദ്ധേയമാണ്. ലോക നേതാക്കളുടെ ആദ്യ ഉത്തരവാദിത്തം സമാധാനം തിരഞ്ഞെടുക്കലാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഗാസയിലെ ആക്രമണങ്ങളെ നേരിട്ട് പേരെടുത്ത് പറയാതെ അപലപിച്ച അദ്ദേഹം പലസ്തീൻ ജനതയെ കൂട്ടത്തോടെ ശിക്ഷിക്കുന്നത് എന്തിന്റെ പേരിലായാലും ന്യായീകരിക്കാനാവില്ലെന്നും വ്യക്തമാക്കി. ഗുട്ടേറസിന്റെ വാക്കുകൾ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഭിന്നതയും മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളെയും സൂചിപ്പിക്കുന്നു. ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പലപ്പോഴും സ്വന്തം രാജ്യത്തിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ ഗുട്ടേറസ് ആഗോള സമാധാനത്തെയും മാനുഷിക അവകാശങ്ങളെയും ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമിക്കുന്നത്. മൊത്തത്തിൽ ട്രംപിന്റെ ഈ പ്രസംഗം അദ്ദേഹത്തിന്റെ പ്രസിഡൻസി കാലഘട്ടത്തിലെ വിദേശ നയത്തിന്റെ തുടർച്ചയാണ്. ഇസ്രായേലിനോടുള്ള ശക്തമായ പിന്തുണ, കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള അവഗണന തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം തന്റെ നിലപാടുകൾ ആവർത്തിച്ചുറപ്പിച്ചു. ഈ പ്രസംഗം വെറും വാക്കുകളല്ല. ആഗോളതലത്തിൽ ധ്രുവീകരണം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ട്രംപിന്റെ പ്രസംഗം ലോകരാഷ്ട്രങ്ങളെ 2 തട്ടുകളായി തിരിക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണമായും കണക്കാക്കാം. അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യവും സൃഷ്ടിച്ചിട്ടുണ്ട്. പലസ്തീൻ ജനതയ്ക്കെതിരെ നടക്കുന്ന കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ച് ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. അറബ് ലോകത്ത് നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്.
പല അറബ് രാജ്യങ്ങളും ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്തു. ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിലും നഗരങ്ങളിലും ഇസ്രയേൽ ആക്രമണത്തിനെതിരെ വൻ പ്രതിഷേധ പ്രകടനങ്ങളും നടന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ മറ്റും ഇസ്രയേലിനെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വരുന്നുണ്ട്. മാനുഷിക നിയമങ്ങളുടെ ലംഘനം ആരോപിച്ച് ലോകാരോഗ്യ സംഘടനയും UN പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളും ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നതും ഇസ്രയേലിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്തിയിട്ടുമുണ്ട്. ഈ സംഭവങ്ങൾ ഇസ്രയേലിനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനും കാരണമായി.